ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ കഴുത്തിലെ കറുത്ത പാടുകളൊക്കെ ഒന്ന് മാറ്റാനുള്ള ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ മുഖം നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഫേസ് പാക്ക് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് മുഖം പെട്ടെന്ന് വെളുപ്പിച്ചെടുക്കാം. പക്ഷേ കഴുത്തിലെ പാടുകൾ മാറ്റാനാണ് ഭയങ്കര പാട് കേട്ടോ. എന്ത് ഫേസ് പാക്ക് വെച്ചാലും നമ്മുടെ മുഖത്തിന് നിറം കിട്ടിയെങ്കിലും കഴുത്തിന് ആ നിറം കിട്ടണമെന്നില്ല. പ്രത്യേകിച്ച് എന്നെ പോലെ ഇരുനിറമുള്ളവർക്ക് നമുക്ക് എന്തായാലും ഒന്ന് പാക്ക് ചെയ്ത് നോക്കാം കേട്ടോ. വലിയ ഫേസ് പാക്കിൽ ഇടുന്ന പോലത്തെ പാക്കൊന്നും ഇല്ല, എന്നാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഇതാ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ എടുത്തേക്കണതോ തക്കാളി എടുത്തിട്ടുണ്ട്, ഇത്തിരി പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് സ്ക്രബ് ചെയ്യാനുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാനുള്ള സൗകര്യം ഇല്ല കേട്ടോ. ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് ചിരണ്ടി എടുത്തതാണ്. നമുക്കിത് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കണം കേട്ടോ. പിന്നെ ഒരു സൂത്രം കൂടെ വേണം. പിന്നെ വേണ്ടത് ചൂടുവെള്ളമാണ്, ഇളം ചൂടുവെള്ളം കേട്ടോ. നല്ല ചൂടുവെള്ളം എടുത്തേക്കല്ലേ, നമ്മൾ കഴുത്തൊക്കെ ഉള്ളിൽ പോകും. അപ്പോൾ ഇളം ചൂടുവെള്ളം എടുക്കണം കേട്ടോ. ഇതാ ടവൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വേഗം ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കഴുത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ക്ലീൻ ചെയ്യാനായിട്ട് നമ്മളിതാ ടവൽ ഈ വെള്ളത്തിലിട്ടില്ലായിരുന്നോ, അതൊന്ന് പിഴിഞ്ഞ് പതുക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ആവി പിടിക്കാം. ആവി പിടിക്കണമെന്നില്ല, നമ്മൾ ചൂട് ഇതുകൊണ്ട് പിടിച്ചാലും മതി കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂട് പിടിച്ചു കൊടുക്കുക. എവിടെയൊക്കെയാണോ കറുപ്പുള്ളത് ആ ഭാഗത്തൊക്കെ ഒന്ന് ചൂട് പിടിച്ചു കൊടുക്കുക. ചെറിയ തണുപ്പുള്ളതുകൊണ്ട് ഇങ്ങനെ ചൂട് പിടിക്കുമ്പോൾ നല്ലൊരു ആശ്വാസം. ഇവിടെയൊക്കെ ഒന്ന് ചൂട് പിടിക്കാം കേട്ടോ. കഴുത്തൊക്കെ നന്നായിട്ട് ക്ലീൻ ആവട്ടെ. അപ്പോൾ ഞാൻ 2-3 മിനിറ്റ് വരെ ഇങ്ങനെ ഒന്ന് ആവി പിടിച്ചു കേട്ടോ. നല്ലോണം ഒന്ന് ആവി പിടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ കഴുത്തൊക്കെ ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്രബ് ചെയ്യണം. സ്ക്രബ് ചെയ്യാൻ എടുക്കുന്ന സാധനം നേരത്തെ കാണിച്ചു തന്നായിരുന്നു, തക്കാളിയും പഞ്ചസാരയുമാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും ഉപയോഗിച്ച് നമുക്ക് വേഗം ഒന്ന് സ്ക്രബ് ചെയ്യാവേ. അപ്പോൾ ഈ സ്ക്രബ് കഴുത്തിന് മാത്രമല്ല നമ്മൾ മുഖത്തിനും തേക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്ക്രബാണ്. പക്ഷെ ഞാനിത് കഴുത്തിലാണ് ഇപ്പോൾ തേക്കണത്. നമ്മളിപ്പോൾ കഴുത്തിലല്ലേ ഇപ്പം പ്രാധാന്യം കൊടുക്കുന്നത്, അതുകൊണ്ട് ഇനി കഴുത്തിൽ മാത്രം തേക്കാം. തക്കാളി ഈ പഞ്ചസാരയിൽ ഇങ്ങനെയൊന്ന് മുക്കുക, ഇങ്ങനെയൊന്ന് റൗണ്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതിൽ പഞ്ചസാര കുറച്ച് കുറഞ്ഞു പോയായിരുന്നു, അതുകൊണ്ട് ഞാൻ പഞ്ചസാര എടുക്കാൻ ഒന്ന് മാറിയതാണ് കേട്ടോ. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഉണ്ണിക്കിടെ വാതിൽ തുറന്നോണ്ട് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. നന്നായിട്ട് സ്ക്രബ് ചെയ്യാവേ. എവിടെയൊക്കെ കറുത്ത പാടുണ്ടോ അവിടെയൊക്കെ നന്നായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്തൊന്ന് കൊടുത്താൽ മതി. എന്നെ സംബന്ധിച്ചോളം എനിക്ക് കഴുത്തിലാണ് കറുത്ത പാട്. ഈ സൈഡിൽ മാലയൊക്കെ ഇടുന്നതുകൊണ്ട് നമ്മുടെ കഴുത്തിൻ്റെ ഈ ഭാഗത്തും നല്ല കറുപ്പൊക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ കുറവുണ്ട് കേട്ടോ. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നാച്ചുറലായ ടിപ്പുകളൊക്കെ ചെയ്യുന്നതുകൊണ്ട് മാറ്റം കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ സ്ക്രബ് എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമില്ല. ആഴ്ചയിൽ 2 തവണയൊക്കെ കഴുത്തിലൊക്കെ സ്ക്രബ് ചെയ്താൽ മതി കേട്ടോ. കഴുത്തിലായാലും മുഖത്തായാലും. ഇവിടെ രാവിലെ കറണ്ട് പോയതാണ്, ഇതുവരെ കറണ്ട് വന്നില്ല കേട്ടോ. കറണ്ടിന് എന്താ പറ്റിയെന്ന് അറിയില്ല. വിളിച്ചു വെച്ച് പറഞ്ഞു കറണ്ട് ഉടനെ വരുമെന്ന് പറഞ്ഞു. എന്താ കാണുന്ന അറിയത്തില്ല. അപ്പോൾ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. ഇതിൻ്റെ നീരൊക്കെ ഒന്ന് നന്നായിട്ട് അങ്ങ് പിടിക്കട്ടെ കഴുത്തിലൊക്കെ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാണാവേ.
5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് തുടച്ച് കളയാവേ. ഇതാ ചൂടുവെള്ളം ഇല്ലായിരുന്നോ, അതുകൊണ്ടാണ് ഞാൻ തുടച്ച് കളയണത്. വെയിലും മഴയും മാറി മാറി വരുവാണല്ലോ. അപ്പോൾ ഇതാ നന്നായിട്ട് തുടച്ച് കളഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ ആദ്യം കഴുത്തിലൊക്കെ ആവി പിടിച്ചു. അത് കഴിഞ്ഞ് ചെറിയ രീതിയിലൊക്കെ ഒരു സ്ക്രബ് ചെയ്ത് കൊടുത്തു. ചെറിയ രീതിയിൽ, നമ്മൾ ഒത്തിരി നേരം ഇങ്ങനെ ഉരയ്ക്കൊന്നും വേണ്ട. തക്കാളി കൊണ്ട് പതുക്കെ ഒന്ന് സ്ക്രബ് ചെയ്യുക. ഇപ്പോൾ തക്കാളി കൊണ്ട് സ്ക്രബ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ കോഫി കൊണ്ടോ എന്തെങ്കിലും സ്ക്രബ് ചെയ്താൽ മതി കേട്ടോ. തക്കാളി ആകുമ്പോഴത്തേക്കും പെട്ടെന്നൊരു നിറവ്യത്യാസമൊക്കെ കിട്ടുമല്ലോ, അതിനുവേണ്ടി ഞാൻ തക്കാളി എടുത്തത്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് വെച്ചുള്ള അടുത്ത ടിപ്പ് എന്താ നോക്കാവേ. ഉരുളക്കിഴങ്ങ് നേരത്തെ ഞാൻ ചിരണ്ടി വെച്ചതാണേ. ഇനി ഞാനിതിലോട്ട് ഈ പാത്രത്തിലോട്ടൊന്ന് പിഴിഞ്ഞെടുക്കട്ടെ കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഇതിൻ്റെ ഈ സംഭവം കളയാൻ ഇഷ്ടമില്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് തന്നെ അരച്ചിട്ട് നമ്മുടെ കഴുത്തിൽ തേച്ച് കൊടുക്കണം, നല്ലതാണ്. പക്ഷെ ഞാനിത് എളുപ്പത്തിന് വേണ്ടിയിട്ട്, ഇപ്പം അങ്ങനെ ആർക്കും ഇഷ്ടമില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് എടുത്തത് കേട്ടോ. നന്നായിട്ടൊന്ന് കിഴിഞ്ഞ് കിട്ടട്ടെ. കറണ്ട് ഇല്ലാതായി പോയി, അല്ലെങ്കിൽ ഞാനിത് മിക്സിയിൽ അരച്ചെടുക്കുമായിരുന്നുള്ളേ. മാക്സിമം ഞാൻ ഇതിൽ നിന്ന് നീര് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പിഴിയാനുള്ള ശക്തിയൊന്നുമില്ല, ഇത്ര മതി. നമ്മൾ കഴുത്തിൽ മാത്രമല്ല തേക്കുന്നുള്ളൂ. കളഞ്ഞേക്കാം. അങ്ങനെ ഉരുളക്കിഴങ്ങിന് നീര് ഞാൻ പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരമുറി ചെറുനാരങ്ങയുടെ നീര് ഞാൻ ഇതിൽ ചേർക്കാണേ. അരമുറി കേട്ടോ. അങ്ങനെ ഞാൻ കൈയൊക്കെ നന്നായിട്ട് കഴുകിക്കൊണ്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ദാ ചെറുനാരങ്ങയുടെ നീര്, ഉരുളക്കിഴങ്ങിൻ്റെ നീര് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്ക് കഴുത്തിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഇത് നമുക്ക് ദിവസം ചെയ്യാവേ. ദിവസം ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം നമുക്ക് കഴുത്തിൻ്റെ ഈ സൈഡിലൊക്കെ നന്നായിട്ട് അങ്ങ് തേച്ച് കൊടുക്കാവേ. കഴുത്തിൻ്റെ ഈ ഭാഗത്താണല്ലോ നമുക്ക് കറുപ്പ് വരുന്നത്. ചില ആൾക്ക് ഇവിടെ കറുപ്പ് വരാറുണ്ട്, അവിടെയൊക്കെ അങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ചെറുനാരങ്ങയുടെ അലർജി ഉള്ളവർ ചെറുനാരങ്ങ മാറ്റിയിട്ട് തക്കാളി നീരായാലും കുഴപ്പമില്ല കേട്ടോ. തക്കാളി നീര് തേക്കുന്നതാണ് നല്ലതാണ്. അലർജി ഉള്ളവർ, ഇപ്പോൾ ചെറുനാരങ്ങയുടെ നീര് പറ്റാത്തവർക്കുള്ളതാണ്. ഉരുളക്കിഴങ്ങിൻ്റെ നീരും തക്കാളിയുടെ നീരും ഇതുപോലെ എടുത്ത് തേച്ചാൽ മതി കേട്ടോ. ചെറുനാരങ്ങയുടെ നീര് കുഴപ്പമൊന്നുമില്ലാത്ത ആൾക്കാർക്ക് ഇത് അടിപൊളി റിസൾട്ട് തരുന്നതാണ്. എല്ലാ ദിവസവും നമുക്കിത് ഉപയോഗിക്കാം, യാതൊരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് തേച്ചിട്ട് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കുകയൊക്കെ ആണെങ്കിൽ പാടൊക്കെ കുറയാൻ നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങട്ടെ. ഉണങ്ങി കഴിയുമ്പോൾ വരാം കേട്ടോ. അപ്പോൾ നമ്മൾ തേച്ച ഭാഗം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് രണ്ടാമതൊന്ന് നമുക്ക് തേച്ച് കൊടുക്കാവേ. അങ്ങനെ ഇത് 3 തവണ തേച്ച് കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ വലിഞ്ഞു കിട്ടിക്കോളും. ചെറിയൊരു ചൊറിച്ചിൽ പോലൊക്കെ തോന്നും, കാരണം ചെറുനാരങ്ങ ഉള്ളതുകൊണ്ടേ. മുറിവുള്ള സ്ഥലത്ത് തേക്കരുത് കേട്ടോ, നീറ്റിലും പുകച്ചിലൊക്കെ വരുവേ. മുറിവൊന്നുമില്ലാത്ത സ്ഥലം നോക്കി തേച്ച് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് തേച്ചിട്ടുണ്ട്. ഈ നമുക്കിത് ഒന്നും കൂടെ ഉണങ്ങിയിട്ട് കാണാം കേട്ടോ. അപ്പം ഇനി ഇതാ മൂന്നാമതും തേച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിലൂടെ തേച്ച് കൊടുക്കുകയാണേ. നന്നായിട്ടങ്ങ്
തേച്ച് കൊടുക്കുകയാണ്. എന്തായാലും നല്ല മാറ്റം വരും കേട്ടോ, ഞാൻ ഗ്യാരണ്ടി കേട്ടോ. ഇനി നിങ്ങൾ മാറ്റം വരില്ലേ എന്ന് വിചാരിക്കരുത്. മൂന്നാമതും തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങിയിട്ട് കാണാവേ. അങ്ങനെ ഇതാ മൂന്നാമത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തുടച്ച് കളയാട്ടോ. ഇതാ ഉണങ്ങിയതിൻ്റെ പാടുകളാണ് ഈ ഇങ്ങനെ വരണ്ട് ഇരിക്കണത്. നമുക്ക് ഈ തുണി കൊണ്ടുവന്ന് തുടച്ച് മാറ്റാം. ഇതൊക്കെ തേക്കുമ്പോൾ കുളിക്കുന്നതിന് മുന്നേ തേക്കണം കേട്ടോ, അല്ലെങ്കിൽ ഉടുപ്പിലൊന്നും ആവില്ലല്ലോ. നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? കുറച്ച് നന്നായിട്ട് തുടച്ചെടുത്തിട്ടോ. അപ്പോൾ നോക്കി വ്യത്യാസം കണ്ടോ? വെള്ളമൊക്കെ ഒന്ന് മാറ്റി വെക്കട്ടെ. നോക്കിക്കേ, ഷളക്കിന് മാറ്റാവേ. എങ്ങനെയുണ്ട്? വ്യത്യാസമില്ലേ? നല്ല വ്യത്യാസമുണ്ട്, തുടക്കത്തിൽ തന്നെ വ്യത്യാസമുണ്ട്. പിന്നെ ഇത് എല്ലാ ദിവസവും ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ കറുത്ത പാടൊക്കെ പോകാനൊക്കെ വളരെ നല്ലതാണ്. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കട്ടോ. എല്ലാവർക്കും ടിപ്പ് ഇഷ്ടപ്പെട്ടോ? 2 തവണ തേക്കാം. പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ നീരും ചെറുനാരങ്ങയുടെ നീരും നമുക്ക് എല്ലാ ദിവസവും തേക്കുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. അതെല്ലാവരും മറക്കരുത്, എന്തായാലും ചെയ്യണം കേട്ടോ. കഴുത്തിൽ കറുത്ത പാടുള്ളവരൊക്കെ തീർച്ചയായും ചെയ്യണം. പിന്നെ നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ കഴുത്തൊക്കെ നന്നായിട്ട് ആവി പിടിക്കണം. ആവി പിടിച്ചതിന് ശേഷം ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ, അത് മറക്കരുത്. പപ്പാച്ചി ഇതാ പഴം കൊണ്ടുവന്നേക്കുവാണ്. അപ്പോൾ ഉണ്ണീച്ചിതാ പഴം തിന്നുന്നു, പഴത്തോലി എടുത്ത് ഞങ്ങളുടെ മേത്തേക്ക് എറിയുന്നു. അടുത്ത പഴം എടുക്കുന്നു, അത് പഴം തിന്നിട്ട് പഴത്തോലി എടുത്ത് ഞങ്ങളുടെ മേത്തേക്ക് എറിയുന്നു. കുർത്തക്കേടിൻ്റെ ആശാൻ അല്ലേപ്പാ. ഓ ഇത്തിരി കടല തന്നേ, നോക്കിക്കേ. തൊലി കളയാത്ത കടല എനിക്കും, തൊലി കളഞ്ഞ കടല ചേട്ടായും. ഇവിടെ വീരാ കുഞ്ഞാ എന്ത് ചെയ്യുവാ? മോന് കടല വേണോ? വന്നേ, ഇല പറിക്കലെങ്ങ വാ. എന്ത് കുർത്തക്കേടാണ്, എന്ത് കുർത്തക്കേടാ. ആ ഇല പറിച്ച എല്ലാം ഇവിടെ കൊണ്ടിട്ടു. അടിച്ചോളൂ. പിന്നെ എന്തിനാ ഇല കൊണ്ടിട്ടേ? ഇന്നത്തെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. വീണ്ടും നല്ല നല്ല വീഡിയോസുകളായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.